ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് മമ്മൂക്കയെ നായകനാക്കിയിട്ട് ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിൻ്റെ ടീസർ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ ആക്ച്വലി ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഇന്ന് 7 മണിക്കാണ് ടീസർ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഓൾമോസ്റ്റ് അപ്ഡേറ്റ് കിട്ടിയ വെച്ചിട്ട് സിനിമയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഡബ്ബിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വർക്കിലൊക്കെയാണ് മമ്മൂക്ക ഉള്ളത്. പിന്നെ കൂടെ നമ്മുടെ മഹേഷ് നാരായണൻ സിനിമയുടെ കാര്യങ്ങളും ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിലോട്ട് വരികയാണെങ്കിൽ ഗൗതം വാസുദേവ മേനോൻ ആക്ച്വലി ഇതിന് മുന്നേ ബസൂക്ക എന്ന സിനിമയെ അഭിനയിച്ച ശേഷം ആണ് ഈ ഒരു സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. ആ സമയത്ത് തന്നെ പല ഞാൻ തന്നെ ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ തന്നെ ആലോചിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു കോമഡി എന്ത് രീതിയിൽ എടുക്കാം. കാര്യം അങ്ങനെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന സമയം മുതൽ ഇതിൻ്റെ ഒരു ചർച്ച ആരംഭിച്ചതാണ്. ഒരു ഐഡിയ ഇതുവരെ തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ടീസർ പുറത്തു വന്നു. എന്തായാലും ഒരുപാട് ആക്ടേഴ്സ് ഇതിനകത്ത് അല്ലാതെ ഉണ്ട്. മമ്മൂക്കയുടെ കൂടെ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷും അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ നമുക്ക് ആ ടീസർ ഒന്ന് കണ്ടു നോക്കാം. സർ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അയാൾ വയലന്റായി നമ്മളെ ഉപദ്രവിക്കാമല്ലോ എന്ന് മമ്മൂട്ടി കണ്ടു. മാക്സിമം അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും. ഫസ്റ്റ് റൂമിന് ഏകദേശം ബ്ലോക്ക് ചെയ്തു. നെഞ്ചിന്റെ കീഴെ പാടുകുനിയും ഇങ്ങനെ പറയും. നെയ്യുമ്പോ ഒട്ടുകൊണ്ടൊരു ചരിവ് 2 കൈയും പിടിച്ച് ചേക്കിട്ടു. കണ്ണിൽ പൊല്ലിച്ച് പറയും. ഒരു റൈറ്റ് പഞ്ചിൽ പിന്നെ ഇങ്ങനെ കറക്കി എടുത്തിട്ട് ഒരു മനസ്സിലായി. സാറന്ന് വീട്ടിൽ വന്നവരെയും ഇതുപോലെയൊക്കെയാണോ? അവർ വെറും ഗുണ്ടകളല്ലേടാ. ഫൈറ്റ് സയന്റിഫിക് ആയിട്ട് പഠിച്ചിട്ടില്ല. അത് മാത്രമല്ല സർപ്രൈസ് ആയിരുന്നു. ഞാൻ മാനേജ് ചെയ്തു. ഇവൻ വെറും കൊണ്ട നിനക്ക് ഹാൻഡിൽ ചെയ്യാനേ ഉള്ളൂ. Coming soon. ഇതെന്താ ഇപ്പോൾ സംഭവം? ഒരു ഐഡിയയും തരാത്തൊരു ടീസർ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഒരു സീൻ അത് കാണിച്ചു തന്നിരിക്കുന്നു. അതിനകത്ത് ഗോകുൽ സുരേഷും മമ്മൂക്കയുണ്ട്. നമുക്കൊരു ഫൈറ്റ് കൊറിയോഗ്രാഫി പോലെ സംഭവം ചെയ്യുന്നു. ആരെയോ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവരെ ഹാൻഡിൽ ചെയ്യുന്ന തരത്തിലൊരു കൊറിയോഗ്രാഫി നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയൊക്കെയാണ് സംഭവം. പക്ഷേ കുറച്ചൊക്കെ ഒരു എന്താ പറയുക, കോമഡിക്ക് വകയുള്ള സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ക ഒരു സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് മൂവി അല്ല. കുറച്ചൊക്കെ ഷെർലക് ഹോംസ് വാട്സൺ ആ കോമ്പിനേഷൻ ഒക്കെ പോലെ ചെറിയൊരു തോന്നുന്നു. അത് മാത്രമേ ഉള്ളൂ, എൻ്റെ ഒരു ഊഹമാണ്. അല്ലാതെ ഇതിനകത്തു നിന്നൊന്നും ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല. റിലീസ് ഡേറ്റ് ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. ഒരുപാട് ആക്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ആക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സിനിമയിൽ സുഷ്മിത ഭട്ട്, ഗോകുൽ സുരേഷ്, വിജി വെങ്കടേഷ്, ഷൈൻ ടോം ചാക്കോ, വിനീത് നമ്മുടെ ദേവദൂതനിലുള്ള വിനീതാണോ അതോ ഡാൻസർ വിനീത് ആണോ? നോ ഐഡിയ മാൻ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അത്രേ പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് നമുക്ക് കൂടുതലൊന്നും ഒന്നും തന്നിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹിൻഡോ കാര്യങ്ങളോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സിന് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഞാൻ അത്രേ പറയാനുള്ളൂ.